വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുന്നത്. ദെൻ പ്രോട്ടീനും പ്രോപ്പർ റെസ്റ്റ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടെ ബിഗ്ഗർ ആൻഡ് സ്ട്രോങ്ങർ ആയി പുതിയ മസിൽ ഫൈബേഴ്സ് ഗ്രോ ആകും, അല്ലെങ്കിൽ ലെയർ ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ ഇങ്ങനെയല്ല മസിൽ ഗ്രോ ആവുന്നത്. മസിൽ ഒരിക്കലും ഒരു ഡാമേജിലൂടെ അല്ല ഗ്രോ ആവുന്നത്. ആക്ച്വലി ഇറ്റ് ഗ്രോ ഫ്രം സ്റ്റിമുലസ്. നമ്മളൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അവർ മസിൽ എക്സ്പീരിയൻസ് മെക്കാനിക്കൽ ടെൻഷൻ, അഥവാ ഒരു ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിൽ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് മെക്കാനിക്കൽ ടെൻഷൻ എന്ന് പറയുന്നത്. സോ ഈ മെക്കാനിക്കൽ ടെൻഷനെ നമ്മുടെ മസിൽസ് ഫൈബേഴ്സിലുള്ള മെക്കാനോ സെൻസേഴ്സ് ഡിറ്റക്ട് ചെയ്യും. ഈ സെൻസേഴ്സ് മെക്കാനിക്കൽ ഫോഴ്സിനെ ബയോളജിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെക്കാനോ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഈ സിഗ്നൽസ് നമ്മുടെ അനബോളിക് സിഗ്നലിംഗ് പാത്വേസിനെ ആക്ടിവേറ്റ് ചെയ്യും, എസ്പെഷ്യലി എംടോർ പാത്വേ. ഇതാണ് നമ്മുടെ മസിൽ പ്രോട്ടീൻ സിന്തസിസിനെ ഡയറക്റ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് പുതിയ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസിനെ നമ്മുടെ മസിൽ ഫൈബേഴ്സിലേക്ക് ആഡ് ചെയ്യുന്നത്, മെയിൻലി ആക്റ്റിൻ ആൻഡ് മയോസിൻ. ആൻഡ് ഓവർ ദ ടൈം മസിൽസിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇത് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഹൈപ്പർട്രോഫി അഥവാ മസിൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ഡാമേജ് ആണ് മസിൽ ബിൽഡിങ്ങിന് കാരണമാകുന്നത് എന്നാണെങ്കിൽ ചിന്തിക്കുക, നമ്മളൊരു സ്റ്റേഴ്സിന് വീഴുകയോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയോ ചെയ്താൽ നമുക്ക് മസിൽ ബിൽഡ് ആവണം. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. സോ സ്റ്റോപ്പ് ചേസിങ് ദ സോർസ്. Train smart, stimulate your muscles, don't try to destroy it.